മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. അമേരിക്കയും ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്. ഹമാസിനോട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു, ഇനി നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നും യാതൊരു സഹായവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്തുന്നതാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബന്ദികളെ കൈമാറുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിൽ തന്നെ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ട് ഹമാസ് നിരന്തരം പ്രഖ്യാപിച്ചിരുന്നത് ഇസ്രായേൽ പിടിക്കാനായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ഈ ഭീകരാക്രമണം ഒക്കെ തന്നെ നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ 250-ലും ആളുകളെയൊക്കെ ബന്ദികളാക്കിയിട്ട് ഗാസയിലേക്ക് എത്തുന്ന സമയത്ത് ഇസ്രായേല് ഹമാസിനെയും തിരഞ്ഞ് പ്രത്യേകിച്ച് ഗാസയിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള തുരങ്കങ്ങളൊക്കെ തന്നെ അതിനു മുമ്പേ തന്നെ ഹമാസ് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് ഈ ഇസ്രായേൽ ഗാസയിൽ വന്ന് നട്ടം തിരിയുമ്പോൾ ഈ ഹിസ്ബുള്ള ഒരു ഭാഗത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക, മറ്റൊരു ഭാഗത്തു നിന്ന് സിറിയയുടെ ബഷാർ അൽ അസദ് ആക്രമിക്കുക, മറ്റൊരു ഭാഗത്തു നിന്ന് ഹൂത്തി ആക്രമിക്കുക, ഹൂത്തി ഭീകരര്, അതേപോലെ തന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇറാനും ആക്രമിക്കുക. അങ്ങനെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇസ്രായേലിനെ തന്നെ തകർക്കുക എന്നുള്ളതായിരുന്നു ഹമാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും. അതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മൗദൂദികളും സുഡുകളും സകല തീവ്ര ചിന്താഗതിക്കാരും കൊട്ടി ഘോഷിച്ചുകൊണ്ട് വലിയ ആഹ്ലാദത്തിൽ മുന്നോട്ട് പോയി. ഈ ഇസ്രായേലിലേക്കുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണമൊക്കെ അവിടെ വലിയ രീതിയിൽ തന്നെ ഒട്ടിയോശിച്ചു, വലിയ സംഭവമാക്കിക്കൊണ്ട് ഹമാസിനെ പുകഴ്ത്തലൊക്കെ തുടങ്ങി. പിന്നീട് ഇസ്രായേല് ഗാസയിലേക്ക് എത്തിയത് മുതൽ നമ്മൾ കണ്ടു. പിന്നീട് കണ്ടത് ഇരവാദ, ഇവിടെ എന്നല്ല ലോകം മൊത്തമുള്ള ഹമാസോളികൾ ഇരവാദുമായിട്ട് രംഗത്തെത്തി. കാരണം എന്താ, ഹമാസ് പ്രതീക്ഷിച്ചതുപോലെ അല്ല നടക്കുന്നത്. കാരണം ഗാസയിലേക്ക് ഇസ്രായേലി സൈന്യം എത്തിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന വലിയ രീതിയിൽ ആക്രമിക്കുമ്പോൾ ഹമാസിന്റെ പ്ലാൻ പ്രകാരം തന്നെ ഹിസ്ബുള്ള ലബനാനിൽ നിന്ന് വലിയ രീതിയിൽ ആക്രമണം തുടങ്ങിയിരുന്നു. പക്ഷേ ഇസ്രായേലി സൈന്യം അത് മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളക്ക് നേരെയും ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്താ? ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഹസൻ നസ്രുള്ള ഉൾപ്പെടെ ആസിം സഫീദ്ദീൻ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ സകല പ്രധാനപ്പെട്ട ഭീകരന്മാരും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള തന്നെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലെത്തി. ഹിസ്ബുള്ളന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്തിരിയ. ഇസ്രായേൽ കൃത്യമായിട്ട് പറയാ, ഞങ്ങളെ അനാവശ്യമായിട്ട് ചൊറിയരുത്, ഞങ്ങളുടെ പിന്നാലെ വരരുത്, ഞങ്ങൾ ഹമാസിനെതിരെ മാത്രമാണ് രംഗത്തിറങ്ങിയത് എന്നൊക്കെ. പക്ഷെ ഇത് ഹമാസും ഈ ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ട് വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിലെ സകലതും അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങിയതാണല്ലോ. പക്ഷെ ആ ഒരു പ്ലാന്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള രംഗത്തിറങ്ങി. ഹിസ്ബുള്ളയോട് ഒരുപാട് തവണ ഇസ്രായേൽ പറഞ്ഞിട്ടും കേട്ടില്ല. അതിന്റെ ഫലം അവരങ്ങ് അനുഭവിച്ചു. സകലരും തീർന്നു. വെടിനിർത്തലിലായി ഇപ്പോ ഇസ്രായേൽ ഹിസ്ബുള്ള വിഷയത്തിൽ. ഇപ്പോ ഹിസ്ബുള്ളക്ക് ഒരാവശ്യമില്ല, ഗാസയിൽ നിന്നും പിന്മാറണ്ട, ഇനി എവിടെ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണ്ട. എന്തിനേറെ പറയുന്നു, ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള തെക്കൻ ലബനാനിൽ പോലും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും പല ഭാഗങ്ങളിലും. പ്രധാനമായിട്ടും ഹിസ്ബുള്ള ഭീകര പ്രവർത്തനമോ ടണൽ നിർമ്മാണം എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ ആക്രമിക്കുന്ന പറഞ്ഞത്. അതൊക്കെ തന്നെ അതേപോലെ ആക്രമിക്കലും നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണാക്കി. അതേപോലെ തന്നെ സിറിയയിൽ ഇപ്പം എന്താ അവസ്ഥ? ബഷാർ അൽ അസദിനോട് പലതവണ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിയരുത്, നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയാൻ ശ്രമിക്കുന്നത് എന്ന്. ഇതൊന്നും തന്നെ വകവെക്കാതെ സിറിയ ഹമാസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും സിറിയ ചെയ്തിട്ടുണ്ട്. ഇറാൻ കൊണ്ടുവരുന്ന ആയുധങ്ങൾ സിറിയ വഴി ലബനാനിലേക്ക് ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ സിറിയയിലെ ഒരുപാട് വിമതര് ഈ പറയുന്ന ഹമാസിനും ഹിസ്ബുള്ളക്കും വേണ്ടി രംഗത്തെത്തി. ഇറാഖിൽ നിന്നും ഹമാസിന് വേണ്ടിയിട്ട് സകലതും രംഗത്തിറങ്ങി. അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഈ പറയുന്ന സിറിയയുടെ ബഷാർ അൽ അസദിന്റെ ഭരണകൂടം തന്നെ തകർന്ന്
നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കാനായിരുന്നു. ഈ ഇസ്രായേലി പൗരന്മാരെയും അന്വേഷിച്ച് ഇസ്രായേലി സൈന്യം ഗാസയിലെത്തുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനാ തീരുമാനിച്ചത്. എന്നാൽ അതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നിരന്തരം അങ്ങ് നടത്തിയതോടുകൂടി സകലരും തകരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഹിസ്ബുള്ള തീർന്നു, ഈ പറയുന്ന സിറിയയുടെ ബശാറുൽ അസദ് തീർന്നു. അതേപോലെ തന്നെ ഹൂത്തികളെ ഇപ്പോഴും ഡസൺ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് യമനിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 3 തുറമുഖങ്ങള് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹൂത്തികളെയും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ഇറാന്റെ അവസ്ഥയോ, ഇറാൻ ഗതികെട്ട് സ്വന്തം ഭരണകൂടം നിലത്തു വീഴുമോ, സിറിയ ഇറാനിൽ ആവർത്തിക്കുമോ, ഇറാനില് മതഭ്രാന്തന്മാരുടെ അവരുടെ ഭരണം തന്നെ അട്ടിമറിക്കുന്ന ഇസ്രായേൽ പറഞ്ഞത് ആ ഭയത്തില് ഇറാന്റെ കൊമേനി ഭരണകൂടമൊക്കെ പേടിച്ചു നിൽക്കുക. ചുരുക്കി പറഞ്ഞാല് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഇനി ഹമാസിനെ രക്ഷിക്കാൻ ആരും തന്നെ ലോകത്തില്ല. ഇനി ആരും ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ട് രംഗത്ത് വരാനില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിട്ടുള്ളത് 100% യാഥാർത്ഥ്യ. ഇവരുദ്ദേശിച്ച ഹമാസോ, ഇവരുദ്ദേശിച്ച ഹിസ്ബുള്ളയോ, ഹൂത്തിക്കോ, സിറിയക്കോ, ഈ പറയുന്ന ഇറാനോ ഇനി ഒരു തരത്തിലും ഹമാസിന് വേണ്ടി രംഗത്തിറങ്ങാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ഇനി ഒരാൾ പോലും ഹമാസിന് വേണ്ടി രംഗത്തിറങ്ങൂല. ഇനി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലും 5 മൈൽ ഉള്ള ഒരു തുരങ്കം ഇസ്രായേലി സൈന്യം തകർത്തിട്ടുണ്ട് ഗാസയിൽ തന്നെ. ഇസ്രായേൽ സൈന്യം നിരന്തരം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ പിന്നാലെ ഇസ്രായേലി സൈന്യം പോകുന്ന അതേ സമയത്ത് തന്നെയാ ഹിസ്ബുള്ളക്ക് നേരെ, ഹൂത്തിക്ക് നേരെ, സിറിയക്ക് നേരെ, ഇറാഖിലെ സായുധ സംഘങ്ങൾക്ക് നേരെ, ഇറാന് നേരെ ഒരൊറ്റ രാജ്യം ഒരു ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ നടത്തുക. പതറി അങ്ങ് പോയത് ഹമാസും ഹമാസിന്റെ കൂട്ടരും. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മൗദൂദികളും ഈ സുഡുകളും സകല തീവ്ര ചിന്താഗതിക്കാരൊക്കെ തന്നെ കരുതിയിരുന്നത് ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ അങ്ങ് പിടിക്കുക എന്നായിരുന്നു. നടന്നില്ല, നടക്കുകയില്ല. അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ ഹമാസിന് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ സകലതും കൈമാറുന്ന, ബന്ധികളെ കൈമാറിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരനെയും തീർക്കാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന്. അതേപോലെ തന്നെയാ ഇസ്രായേലി സൈന്യം ഇപ്പൊ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതും. ആന്റണി ബ്ലിങ്കനൊക്കെ ഇതുപോലെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾക്കും സുഡുകൾക്കും സകല തീവ്ര ചിന്താഗതിക്കാർക്കുമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.